എന്നെ കൂടി ഒറ്റ നിഷേധക്കുറിപ്പ് ആൾക്കാർക്ക് വേണ്ട 6 പേരെ തൂത്തെറിഞ്ഞു. നിങ്ങൾ എങ്ങനെ വെള്ളം കുടിച്ചിട്ട് കാര്യമില്ല. ഈ ജനാധിപത്യ അട്ടിമറിക്കെതിരെ വോട്ട് ഒരു സംശയം വേണ്ട. ഈ കള്ളന്മാരെ ഇലക്ഷൻ കമ്മീഷൻ പോലും പറയാത്ത കാര്യങ്ങൾ അഭിജിത്ത് പണിക്കരുടെ ന്യായീകരിക്കും. അയ്യോ, ഞാൻ പറഞ്ഞു ഇവിടുത്തെ മാധ്യമങ്ങൾ കണ്ടെത്തിയ കാര്യങ്ങളാ. താങ്കൾ മാധ്യമ സ്ഥാപനങ്ങൾ തെളിവ് സഹിതം പുറത്തു കൊണ്ടുവന്ന കാര്യങ്ങളെ എനിക്ക് വിശ്വസിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. രാഹുൽ ഗാന്ധി പത്രസമ്മേളനം നടത്തുന്ന സമയത്ത് ഇലക്ഷൻ കമ്മീഷൻ ഔദ്യോഗിക ഡേറ്റയുമായിട്ട് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ലല്ലോ, ഇന്ത്യയുടെ രാജാവൊന്നുമല്ലല്ലോ. രാഹുൽ ഗാന്ധിക്ക് പരാതിപ്പെടണം, പരാതിപ്പെടുന്നില്ലല്ലോ. രാഹുൽ ഗാന്ധിയുടെ ആരോപണം കള്ളമാണെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ അത് വിശ്വസിക്കത്തില്ല. പക്ഷേ രാഹുൽ ഗാന്ധി പറയുന്നതിന് ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറയണമെന്ന് പറഞ്ഞാൽ ശ്രീമാൻ സാർ കേൾക്കും അല്ലേ? അല്ലേ? അങ്ങനല്ലേ? അല്ല, ഞാൻ പറഞ്ഞ സാറേ, നിങ്ങളുടെ വിചാരം ഈ നാട്ടിലുള്ള ആൾക്കാരെല്ലാം കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ വരുന്നു, കോൺഗ്രസിന് വോട്ട് ചെയ്യാത്ത തെരഞ്ഞെടുപ്പുകളെല്ലാം റിഗ്ഡ് ആണെന്നാണ് നിങ്ങളുടെ ധാരണ. ആ ധാരണ പോലെ മണ്ടത്തരം വേറെ ഇല്ല സാറേ. ലോക പൊട്ടനാണ്. ഒരു ചോദ്യം ചോദിക്കട്ടെ. ഒരൊറ്റ വീട്ടിൽ 501 വോട്ടുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വ്യാജമാണെന്നാണ്. അത് വ്യാജമാണോ അല്ലയോ? ശ്രീകുമാർ സാറിന് ഇപ്പൊ തന്നെ താങ്കളുടെ മുന്നിലുള്ള തെളിവ് വെച്ച് പറയൂ. മഞ്ജുഷ, അതൊരു വേറൊരു ചോദ്യമല്ലേ? ഒരൊറ്റ വീട്ടിൽ 501 വോട്ടുണ്ട് എന്ന് രാഹുൽ ഗാന്ധി പത്രസമ്മേളനത്തിൽ താങ്കൾ പറയുന്ന തെളിവ് നിരത്തി. അത് വ്യാജമാണോ സത്യമാണോ? ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് ഒരൊറ്റ വീട്ടിൽ 501 വോട്ടുണ്ട് എന്ന് പറയുന്നത് കള്ളമാണ്, തട്ടിപ്പാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് സത്യമോ അല്ലേ? നിങ്ങൾക്ക് ഇത് ചോദ്യം ചോദിക്കുമ്പോൾ കൊള്ളും സാറേ.